ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന് കണ്ട സ്ക്വിഡ് ഗെയിം യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണോ? സ്ക്വിഡ് ഗെയിമിൻ്റെ സംവിധായകനും എഴുത്തുകാരനുമായ ഹ്വാൻഡാങ് ഹ്യൂക്ക് പറയുന്നത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം അതിജീവന ഗെയിമുകൾ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ജാപ്പനീസ് കോമിക് കഥകളാണ് തനിക്ക് സ്ക്വിഡ് ഗെയിം എന്ന ആശയത്തിലേക്കും കഥയിലേക്കും എത്താൻ കഴിഞ്ഞത് എന്നാണ്. അതായത് സ്ക്വിഡ് ഗെയിം എന്ന വെബ് സീരീസിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ് എന്നതാണ് വാസ്തവം. എന്നാൽ സൗത്ത് കൊറിയയിൽ നടന്നൊരു സംഭവം സ്ക്വിഡ് ഗെയിമിൻ്റെ പശ്ചാത്തല കഥയുമായി വളരെയധികം സാമ്യതയുള്ളതാണ്. അതിനെ ബ്രദേഴ്സ് ഹോം എന്നാണ് അറിയപ്പെടുന്നത്. വീടില്ലാതെ അലങ്ങിതിരിഞ്ഞു നടക്കുന്നവർക്കും ഭിക്ഷാടനം നടത്തുന്നവർക്കുമായി വീടില്ലാത്തവർക്കൊരു അഭയം എന്നൊരു സർക്കാർ പദ്ധതി ആൾക്കാരുടെ കൊലക്കളമായി മാറിയ ബ്രദേഴ്സ് ഹോമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരുപക്ഷെ യഥാർത്ഥ സ്ക്വിഡ് ഗെയിം. 1950 ജൂൺ 25 നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. 3 വർഷമാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. 1953 യുദ്ധം അവസാനിച്ചപ്പോൾ യുദ്ധക്കെടുതിയിൽ വീടുകൾ നഷ്ടപ്പെട്ടവരും അംഗവൈകല്യങ്ങൾ സംഭവിച്ചവരും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് അനാഥരായവരും രാജ്യത്തിൻ്റെ തെരുവുകളിൽ അലങ്ങിതിരിഞ്ഞു നടന്നു. അവർ ഭിക്ഷാടനത്തിലൂടെയായിരുന്നു ആഹാരത്തിനുള്ള വക കണ്ടെത്തിയിരുന്നത്. വർഷങ്ങൾ കടന്നുപോയി. സൗത്ത് കൊറിയ അന്താരാഷ്ട്ര നിലയിൽ സ്വയം സാമ്പത്തികമായി പുരോഗമിച്ചു വരുന്ന സമയം. എന്നാൽ അപ്പോഴും യാചകരും വീടില്ലാതെ അലങ്ങിതിരിഞ്ഞ് നടക്കുന്നവരും സൗത്ത് കൊറിയയുടെ നഗരത്തെരുവുകളിൽ സജീവമായിട്ടുണ്ടായിരുന്നു. നഗരവൽക്കരണത്തിലൂടെയും സൗന്ദര്യവൽക്കരണത്തിലൂടെയും നോർത്ത് കൊറിയയേക്കാൾ സൗത്ത് കൊറിയ പുരോഗമനപരമായും വൃത്തിയുള്ള ഒരു രാജ്യമായി ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അടിസ്ഥാനമായി നഗരങ്ങളിൽ അലങ്ങിതിരിഞ്ഞ് നടക്കുന്നവരെ ആദ്യം ഒഴിവാക്കണം. എന്നാൽ അവരെ അറസ്റ്റ് ചെയ്തു മാറ്റാനോ കൊല്ലാനോ കഴിയില്ല. അങ്ങനെ 1961 അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്ത പാർക്ക് ചുങ് ഹി സൗത്ത് കൊറിയയിൽ അലങ്ങിതിരിഞ്ഞ് നടക്കുന്നവരെയും ഭിക്ഷാടകരെയും മാറ്റിപ്പാർപ്പിക്കുവാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പദ്ധതിയിട്ടു. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധങ്ങളായ 36 സ്ഥലങ്ങളിലായി സാമൂഹ്യക്ഷേമ പാർപ്പിട സൗകര്യങ്ങൾ ഒരുങ്ങി. അതിൽ ഏറ്റവും വലുതും നിഗൂഢ സ്വഭാവത്തോടെ 1960 മുതൽ അനാഥാലയമായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു സ്ഥാപനമായിരുന്നു ബുസാൻ നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന ബ്രദേഴ്സ് ഹോം. 1970 അന്നത്തെ സൗത്ത് കൊറിയൻ സർക്കാർ സോഷ്യൽ വെൽഫെയർ സർവീസ് ആക്ട് നിലവിൽ കൊണ്ടുവന്നു. ഇതോടെ നഗരത്തിൽ അലങ്ങിതിരിഞ്ഞ് നടക്കുന്നവരെയും ഭിക്ഷാടനം നടത്തുന്നവരെയും അനാഥരെയും കണ്ടെത്തി പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുവാൻ തുടങ്ങി. 1975 ആയപ്പോഴേക്കും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ 410 എന്ന വകുപ്പ് ഉൾപ്പെടുത്തി പോലീസിനും മുനിസിപ്പാലിറ്റിക്കും നഗര നവീകരണത്തിൻ്റെ ഭാഗമായി പെട്രോളിംഗ് നടത്തുന്നതിനും അലങ്ങിതിരിഞ്ഞ് നടക്കുന്നവരെ കണ്ടാൽ ഉടനെ തന്നെ സാമൂഹ്യക്ഷേമ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുമുള്ള അനുമതി നൽകി. സോഷ്യൽ വെൽഫെയർ സർവീസ് ആക്ട് പ്രകാരം പുനരധിവാസ കേന്ദ്രങ്ങളിൽ ആക്കപ്പെടുന്നവർക്ക് പ്രാഥമികമായ വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനങ്ങൾ, സാമൂഹികമായി ഇടപഴകാനുള്ള പൗരബോധം, ഭക്ഷണം, വസ്ത്രങ്ങൾ ഇവയെല്ലാം നൽകുകയും സ്വന്തമായി ജീവിതോപാധികൾ കണ്ടെത്താൻ പ്രാപ്തരാകുന്നവർക്ക് ആ പുനരധിവാസ കേന്ദ്രം വിട്ട് പുറത്തു പോകാനും ഈ സർക്കാർ പദ്ധതിയുടെ പോളിസിയിൽ പെടുന്നതായിരുന്നു. സർക്കാരിൻ്റെ സോഷ്യൽ വെൽഫെയർ സർവീസ് ആക്ട് പ്രകാരം സൗത്ത് കൊറിയയിലാകെ 36 പുനരധിവാസ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഒരു പുനരധിവാസ കേന്ദ്രം വളരെ നിഗൂഢതകളോടെയാണ് പ്രവർത്തിച്ചിരുന്നത്. അത് സൗത്ത് കൊറിയയിലെ തെക്കൻ തുറമുഖ നഗരമായ ബുസാനിൽ സ്ഥിതി ചെയ്യുന്ന ബ്രദേഴ്സ് ഹോം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേമ കേന്ദ്രമായിരുന്നു. ബുസാനിലെ പോലീസുകാരും ബ്രദേഴ്സ് ഹോം നടത്തിപ്പുകാരും തമ്മിൽ ചില രഹസ്യ ഡീലുകൾ നടന്നിരുന്നു. തെരുവുകളിൽ നിന്ന് എത്രത്തോളം ആൾക്കാരെ പിടിച്ച് ബ്രദേഴ്സ് ഹോമിന് കൈമാറുന്നോ അതിനുള്ള പ്രതിഫലം ബ്രദേഴ്സ് ഹോം പോലീസുകാർക്ക് നൽകിയിരുന്നു. സമൂഹത്തിൽ നിന്ന് ദരിദ്രരും അലങ്ങിതിരിഞ്ഞ് നടക്കുന്നവരും മാത്രമായിരുന്നില്ല അപ്രത്യക്ഷമായിരുന്നത്. സ്വന്തം വീടുകൾക്ക് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ വരെ കാണാതാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇങ്ങനെ കാണാതാകുന്ന മുതിർന്നവരും കുട്ടികളും ബ്രദേഴ്സ് ഹോമിലാണ് എത്തിക്കൊണ്ടിരുന്നത്. ഈ ബ്രദേഴ്സ് ഹോം സ്ഥിതി ചെയ്യുന്നതും ഒരു നിഗൂഢമായ സ്ഥലത്താണ്. കാടുകളും മലകളും അതിനു ചുറ്റും കടലിടുക്കുകളുമുള്ള ഒരു ദ്വീപ് പോലൊരു പ്രദേശം. ആ ബ്രദേഴ്സ് ഹോമിൽ നടന്നിരുന്നത് സോഷ്യൽ വെൽഫെയർ ആതുര സേവനമായിരുന്നില്ല. ചിട്ടയായ നിബന്ധനകളോടുകൂടി മാനുഷിക പരിഗണനയില്ലാതെ അടിമകളെ പോലെയായിരുന്നു ബ്രദേഴ്സ് ഹോമിൽ എത്തിയിരുന്ന നിർഭാഗ്യരായ അന്തേവാസികളെ കൈകാര്യം ചെയ്തിരുന്നത്. അവർക്ക് കടും നീല നിറത്തിലുള്ള യൂണിഫോം കൊടുത്തിരുന്നു. പട്ടാളച്ചിട്ട പോലെ അന്തേവാസികളുടെ ജീവിതം ദുരിതപൂർണമാകുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയായിരുന്നു അവിടം. ആർക്കും അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ബ്രദേഴ്സ് ഹോം എന്ന സ്ഥാപനത്തിൽ പുറം ലോകം അറിയാത്ത പലതും ഉണ്ടായിരുന്നു.
അതിനുള്ളിൽ നിരവധി ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു പള്ളി, ഒരു സ്കൂൾ, ഒരു ബാർബർ ഷോപ്പ്, വിശാലമായ കുളിമുറി ഏരിയ, അതിനു പുറമെ നിഗൂഢതകൾ നിറഞ്ഞ വലിയ സെമിത്തേരികളും. ബ്രദേഴ്സ് ഹോമിൽ എത്തിയിരുന്നവരെ കൂലിയില്ലാതെ അവരുടെ ഫാക്ടറികളിൽ പണിയെടുപ്പിച്ചിരുന്നു. ഇങ്ങനെ കൂലിയില്ലാതെ പണിയെടുപ്പിക്കാനായിരുന്നു ഗവൺമെൻറ് ക്ഷേമ പദ്ധതിയെ മറയാക്കി ബ്രദേഴ്സ് ഹോം എന്ന നടത്തിപ്പുകാർ തെരുവുകളിൽ നിന്നും ആൾക്കാരെ പോലീസിൻ്റെ സഹായത്തോടെ ബ്രദേഴ്സ് ഹോമിൽ എത്തിച്ചിരുന്നത്. ആർക്കും അതിനുള്ളിൽ അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. രാവിലെ 5 മണിക്ക് അലാറം അടിക്കുമ്പോൾ ഓരോ ദിവസത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പലതും അവരെ പഠിപ്പിക്കും. എന്നിട്ട് അവരെ വിവിധങ്ങളായ വർക്ക് സൈറ്റുകളിൽ കൊണ്ടെത്തിച്ച് ജോലികൾ ചെയ്യിപ്പിക്കും. മറ്റു സ്വകാര്യ മാൻ പവർ കമ്പനികൾക്ക് വേണ്ടി പോലും ബ്രദേഴ്സ് ഹോമിലെ അന്തേവാസികളെ കൊണ്ട് ജോലികൾ ചെയ്യിപ്പിച്ച് അതിൻ്റെ പണം ബ്രദേഴ്സ് ഹോം കരസ്ഥമാക്കും. ബ്രദേഴ്സ് ഹോമിലെ അന്തേവാസികൾക്ക് 2 നേരം മാത്രമായിരുന്നു ആഹാരം നൽകിയിരുന്നത്. 120 പേർ വരുന്ന ഒരു ബാച്ചിന് പല്ല് തേക്കാൻ വെറും 30 ബ്രഷുകൾ മാത്രമേ നൽകിയിരുന്നുള്ളൂ. ആയിരക്കണക്കിന് വരുന്ന അന്തേവാസികളെ 120 പേരടങ്ങുന്ന ടീമുകളായി തിരിച്ചായിരുന്നു അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. കുട്ടികളെ കൊണ്ട് അവർ ബാർബർ ഷോപ്പിലെ പണികൾ ചെയ്യിപ്പിച്ചിരുന്നു. ബ്രദേഴ്സ് ഹോമിലെ ഗാർഡുകൾ സ്ത്രീകളെയും പുരുഷന്മാരെയും ബലാത്സംഗത്തിന് ഇരയാക്കുമായിരുന്നു. തടുക്കുന്നവരെ ഒരു ദയവുമില്ലാതെ തല്ലിച്ചതയ്ക്കും. ചോദ്യം ചെയ്യുന്നവരെ തലക്കടിച്ച് കൊല്ലുകയോ മാരകമായ പരിക്കുകൾ ഉണ്ടാക്കി മരിക്കാൻ ഇട്ടിക്കുകയോ ചെയ്യും. ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായിട്ടായിരുന്നു സൗത്ത് കൊറിയയിലെ ബ്രദേഴ്സ് ഹോം പ്രവർത്തിച്ചിരുന്നത്. ഓരോ ദിവസവും നരകതുല്യമായ ജീവിതമായിരുന്നു അവർക്കവിടെ നയിക്കേണ്ടി വന്നിരുന്നത്. കൃത്യമായ ആഹാരം നൽകാതിരുന്നതിനാൽ തന്നെ ബ്രദേഴ്സ് ഹോമിലെ അന്തേവാസികൾക്ക് പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. 1986 ഏഷ്യൻ ഗെയിംസിനും 1988 സിയോൾ ഒളിമ്പിക്സിനും മുന്നോടിയായി രാജ്യത്തെ നഗര നവീകരണം വീണ്ടും ശക്തമായി. ഈ സമയത്തും ധാരാളം ആൾക്കാരെ ബ്രദേഴ്സ് ക്യാമ്പുകളിലേക്ക് ആക്കപ്പെട്ടു. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന കുട്ടികളെ പോലും പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. മിസ്സിംഗ് കേസുകൾ രാജ്യത്ത് ഒരുപാട് റിപ്പോർട്ട് ചെയ്തു തുടങ്ങി. ബ്രദേഴ്സ് ഹോമിലെ അടിമപ്പണിയും പീഡനങ്ങളും സഹിക്കാനാകാതെ പലരും അവിടെ നിന്നും ചാടിപ്പോകാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അങ്ങനെ ശ്രമിച്ചിരുന്നവരെ ഗാർഡുകൾ പിടികൂടുകയും പിന്നെ അവരെ ആരും ജീവനോടെ കണ്ടിട്ടുമില്ല. അതിനു കാരണം ബ്രദേഴ്സ് ഹോമിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പുറം ലോകം അറിയാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല എന്നത് തന്നെയാണ്. ആയതിനാൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ പിടികൂടി കൊന്നിരുന്നു. വികലാംഗരെ കൊണ്ട് അവർക്ക് ഉപയോഗമില്ലാതിരുന്നതിനാൽ തന്നെ അവർക്ക് മയക്കുമരുന്നുകൾ നൽകി അർത്ഥബോധത്തോടെയായിരുന്നു അവരെ പാർപ്പിച്ചിരുന്നത്. അങ്ങനെ വികലാംഗരെ പാർപ്പിച്ചിരുന്ന ഭാഗത്തെ സോംബി സോൺ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവിടെ സ്ത്രീകൾ ഗർഭിണികളായാൽ അവരെ അബോർഷന് വിധേയമാക്കുമായിരുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഹനിച്ച് അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും തയ്യാറാകാതെ പ്രതിഫലം പോലും നൽകാതെ അടിമപ്പണികൾക്കായി മനുഷ്യരെ മൃഗങ്ങളെപ്പോലെ പണിയെടുപ്പിച്ചും നല്ല ഭക്ഷണം പോലും നൽകാതെ ജീവിതം നരകതുല്യമാകാൻ വിധിക്കപ്പെട്ടവരായിരുന്നു ബ്രദേഴ്സ് ഹോമിൽ എത്തിപ്പെട്ടിരുന്നവർ. അവരെ പേരുകൾക്ക് പകരം നമ്പറുകളായിരുന്നു വിളിച്ചിരുന്നത്. ഫാക്ടറികൾക്കും പുറത്തും അടിമപ്പണികൾ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. 1986 ഒരു പ്രാദേശിക വേട്ടക്കാരൻ ബുസാനിലെ ഒരു കുന്നിൻ പ്രദേശത്ത് വനപ്രദേശങ്ങളിൽ വേട്ടയ്ക്ക് പോയപ്പോൾ അങ്ങ് അകലെ ഏതോ ഒരു താഴ്വാരത്ത് ആൾക്കാരുടെ ഒച്ചപ്പാടുകളും മരം മുറിക്കുന്ന ശബ്ദവും കേട്ട് ആ വേട്ടക്കാരൻ അതെന്താണെന്നറിയാൻ കുന്നിൻ മുകളിലെ വനഭാഗത്ത് നിന്ന് താഴേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. ശരീരം ഒട്ടിവിലങ്ങി ഉണങ്ങി മെലിഞ്ഞ മനുഷ്യർ ചേർന്ന് മരങ്ങൾ മുറിച്ചിടുന്നു. അവർ കടും നീല നിറത്തിലുള്ള യൂണിഫോമുകൾ ധരിച്ചിരുന്നു. അവരെ തല്ലാനെന്ന പോലെ കയ്യിൽ ലാത്തികൾ കരുതിയിരുന്ന ഗാർഡുകൾ ആക്രോശിക്കുകയും ശകാരിച്ചും കൊണ്ട് പാവം മനുഷ്യരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. ആ വിചിത്രമായ കാഴ്ച കണ്ട വേട്ടക്കാരൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അദ്ദേഹം താൻ കണ്ട കാഴ്ചകളെക്കുറിച്ച് പട്ടണത്തിലെ തൻ്റെ പല സുഹൃത്തുക്കളോടും പറഞ്ഞു. ഈ വാർത്ത തെരുവുകളിലും പലയിടങ്ങളിലും സംസാര വിഷയമായി. അങ്ങനെ ഉൾസാനിലെ ജില്ലാ പ്രോസിക്യൂട്ടർ ഓഫീസിലെ പ്രോസിക്യൂട്ടറായ കിം യോങ് വോൺ ഇതിനെക്കുറിച്ച് അറിയുന്നു. അദ്ദേഹം ആ കാഴ്ച നേരിൽ കണ്ട ആ വേട്ടക്കാരനുമായി പോയി കാണുകയും അദ്ദേഹം കണ്ട കാഴ്ചകളെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും വേട്ടക്കാരൻ എവിടെ വച്ചാണോ ആ കാഴ്ച കണ്ടത് അതേ സ്ഥലത്ത് അദ്ദേഹവുമായി പോയി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് വിലയിരുത്തുകയും ചെയ്തു. ഉൾസാനിലെ ഉൾജു കൗണ്ടിയിലെ പർവ്വതവനങ്ങൾക്ക് താഴെ പ്രവർത്തിക്കുന്ന തടിമില്ല് ബ്രദേഴ്സ് ഹോമിൻ്റെ ഡയറക്ടറായ പാർക്ക് ഇൻ ഗുവേൻ്റെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രോസിക്യൂട്ടർ കിം യോങ് വോൺ കണ്ടെത്തി. ബ്രദേഴ്സ് ഹോമിലെ അന്തേവാസികളെ കൊണ്ട് നിയമവിരുദ്ധമായി അടിമപ്പണി ചെയ്യുകയാണെന്ന് ബോധ്യപ്പെട്ട അദ്ദേഹം 1987 ജനുവരി 16 നിയമപരമായ ഉത്തരവോടെ
ബുസാനിലെ നിഗൂഢ സ്വഭാവത്തോടെ പ്രവർത്തിച്ചു വന്നിരുന്ന ബ്രദേഴ്സ് ഹോം എന്ന സ്ഥാപനം റെയ്ഡ് നടത്തി. അതോടെ നാടൊന്നാകെ നടുങ്ങുന്ന വാർത്തകളായിരുന്നു പുറത്തു വന്നത്. 3975 തടവുകാരെയായിരുന്നു അന്ന് മോചിപ്പിച്ചത്. അതിൽ വർഷങ്ങൾക്ക് മുന്നേ കാണാതായ പല കുട്ടികൾ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. 513 പേരെ അവിടെ കൊല്ലപ്പെട്ടതായി കണ്ടെത്തി. അവരെ അടക്കിയിരിക്കുന്ന സെമിത്തേരികളും അവിടെ നിന്നും കണ്ടെത്തി. ആ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് 2 ബില്യൺ വോൺ, അതായത് ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുകയാണെങ്കിൽ 12.5 കോടി രൂപയിലേറെ വരുന്ന പണവും കണ്ടെടുത്തു. അങ്ങനെ ബ്രദേഴ്സ് ഹോം അടച്ചുപൂട്ടി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ റിപ്പോർട്ടിൽ കിഡ്നാപ്പിന് സമാനമായി ആൾക്കാരെ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് തടങ്കൽ വയ്ക്കൽ, നിർബന്ധിത കൂലിയില്ലാതെ അടിമകളെപ്പോലെ തൊഴിൽ പീഡനങ്ങൾക്ക് വിധേയമാക്കൽ, ലൈംഗിക പീഡനങ്ങൾ, കുട്ടികളും കൗമാരക്കാരും അവിടുത്തെ ഗാർഡുകളാൽ ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയായിരുന്നു. മർദ്ദനത്തിൽ ഒന്നിലധികം ആൾക്കാർ മരിച്ചാൽ അവരെ കൂട്ടത്തോടെ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ സ്വാധീനമുള്ള മെഡിക്കൽ കോളേജുകൾക്ക് ബോഡി വിൽക്കുകയോ ചെയ്തിരുന്നു. 1986 മാത്രം മാനസിക രോഗികൾക്ക് ഉപയോഗിക്കുന്ന 2,50,000-ഓളം കോർപ്രോമാസൈൻ ഗുളികകൾ വാങ്ങിയതായി കണ്ടെത്തി. അങ്ങനെ അടിമുടി ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട്. ബ്രദേഴ്സ് ഹോം ഡയറക്ടറായ പാർക്ക് യുൻ ഗ്യൂൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും 10 വർഷം തടവും 681 മില്യൺ യുവാൻ പിഴയും ശിക്ഷ വിധിച്ചു. എന്നാൽ പാർക്ക് യുൻ ഗ്യൂൻ പണത്തിൻ്റെ സ്വാധീനത്താൽ മുന്നോട്ട് കോടതി അപ്പീലുകൾക്ക് പോവുകയും ക്രമേണ കുറ്റവിമുക്തനാക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് അൾസിമേഴ്സ് ഡിമെൻഷ്യ ബാധിച്ച് 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ബ്രദേഴ്സ് ഹോമിലെ ദുരിത ജീവിതം അനുഭവിച്ചവർക്ക് സർക്കാർ ധനസഹായങ്ങളും മറ്റ് സഹായങ്ങളും പ്രഖ്യാപിച്ചുവെങ്കിലും ഇതുവരെയും ആ ഒരു സഹായവും അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. മറ്റൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ സൈനിങ് ഓഫ്.